റമാൻ വ്രതം തുടങ്ങിയെങ്കിലും ഗാസയിൽ തുടരുന്ന ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേൽ. കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിൽ മാനുഷിക സഹായത്തിനായി കാത്തുനിന്ന പലസ്തീനികൾക്ക് നേരെ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണം നടത്തി. 11 പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മാനുഷിക സഹായത്തിനായി കാത്തുനിന്നവർക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ഇത് ആദ്യമല്ല. മുൻപും ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇത്തരത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 400 ആയെന്നും 1300 പേർക്ക് പരിക്കേറ്റതായും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. കുവൈറ്റ് റൗണ്ട് എബൌട്ടിന് സമീപം സഹായം സ്വീകരിക്കാൻ കാത്തുനിന്ന പലസ്തീനികൾക്ക് നേരെ സൈന്യം വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ഗാസയിലെ സർക്കാർ മീഡിയ ഓഫീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇതുവരെ ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ 31,184 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 72,889 പേർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ മാസം അൽ റാഷിദ് സ്ട്രീറ്റിലെ നാബുലിസി റൗണ്ട് എബൌട്ടിൽ സഹായ ട്രക്കുകൾ ഭക്ഷണം എത്തുന്നതും കാത്തുനിന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെ ഇസ്രയേൽ വെടിവെപ്പ് നടത്തുകയും 115ലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭയും വിവിധ രാജ്യങ്ങളും രംഗത്ത് വന്നിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ലെബനനിലെ ബെക്കാവാലിയിലെ 2 ഹിസ്ബുള്ള താവളങ്ങളാണ് തകർത്തത്. ഇതിന് തിരിച്ചടിയായിക്കൊണ്ട് ഇന്നലെ രാവിലെ വടക്കൻ ഇസ്രയേലിലെ സൈനികർ പോസ്റ്റുകൾക്ക് നേരെ 100ലേറെ റോക്കറ്റുകൾ തൊടുത്തതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ യമനിലെ ഹൂതികൾ സിംഗപ്പൂർ ഉടമസ്ഥതയിലുള്ള ചരക്കു കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും കേടുപാടുകളില്ല. ഗാസയിൽ വെടിനിർത്തൽ സാധ്യത വിദൂരമാണെന്നും സ്ഥിതി സങ്കീർണമായി തുടരുന്നുവെന്നും മധ്യസ്ഥരായ ഖത്തർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് എതിരെ ഇസ്രയേലിൽ കടുത്ത ജനരോഷമുണ്ടെന്നും അദ്ദേഹം എത്രനാൾ അധികാരത്തിൽ തുടരുമെന്നും ഉറപ്പില്ല എന്നും US ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ഗാസ യുദ്ധത്തിന് മുൻപുള്ളതിനേക്കാൾ വലിയ അതൃപ്തിയാണ് ജനങ്ങൾക്കിടയിലുള്ളത്. ബന്ദികളുടെ മോചനത്തിലൂടെ ഗാസയിൽ വെടിനിർത്താൻ സാധ്യമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം യുദ്ധഭൂമിയിലെ ദുരിതങ്ങൾക്ക് നടുവിൽ റമദാൻ വ്രതം ആരംഭിച്ച ഗാസയിലേക്ക് 200 ടൺ ഭക്ഷ്യവസ്തുക്കളുമായി സൈപ്രസിൽ നിന്ന് ആദ്യ കപ്പൽ പുറപ്പെട്ടു. ഗാസയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ മെഡിറ്ററേനിയൻ കടലിലുള്ള ദ്വീപ് രാഷ്ട്രമാണ് സൈപ്രസ്. കരമാർഗം ദുഷ്കരമായ സാഹചര്യത്തിലാണ് UAEയുടെ ധനസഹായത്താൽ US പിന്തുണയുള്ള ജീവകാരുണ്യ സംഘടന വേൾഡ് സെൻട്രൽ കിച്ചൺ കപ്പൽ വഴി സഹായം എത്തിക്കുന്നത്. ഗാസയിൽ തുറമുഖമില്ലാത്തതിനാൽ യുദ്ധത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് താൽക്കാലികമായി നിർമ്മിക്കുന്ന ജെട്ടിയിലാവും കപ്പലെടുക്കുക. അതിനിടെ ഭക്ഷണവും മരുന്നുമായി ലോകാരോഗ്യ സംഘടനയുടെ ദൗത്യസംഘം വടക്കൻ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിലെത്തി. അൽഷിഫയിലടക്കം 2000 ആരോഗ്യ പ്രവർത്തകർ പട്ടിണിയിലാണെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. UN ഏജൻസികളെ അടക്കം പുറമേ നിന്ന് ആരെയും വടക്കൻ ഗാസയിൽ പ്രവേശിക്കാൻ ഇസ്രയേൽ സൈന്യം അനുവദിക്കാത്തതിനാൽ മേഖലയിൽ ക്ഷാമമാണ്. കൂടാതെ പലസ്തീൻ ബാലനെ ഇസ്രയേൽ സൈനികർ വെടിവെച്ചു കൊന്നു. കൊടും ക്രൂരത ചെയ്ത സൈനികനെ അഭിനന്ദിച്ച് ഇസ്രയേൽ മന്ത്രി. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ജോ ബൈഡനും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നു. ഇസ്രയേലിലേക്ക് 100ലധികം റോക്കറ്റുകൾ വിക്ഷേപിച്ച് ഹിസ്ബുള്ള ഭീകരരും. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. വടക്കൻ ഇസ്രയേലിന്റെ ഭാഗത്ത് മാത്രം 35ലധികം റോക്കറ്റുകളാണ് ഇത്തരത്തിൽ വിക്ഷേപിച്ചിട്ടുള്ളതെന്നും ആരോപണമുണ്ട്. റമദാനിലും ഗാസയിൽ കൊടും ക്രൂരതയാണ്. ഇസ്രയേൽ ആക്രമണത്തിൽ 67 പേർ കൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തിൽ മറുപടി എന്നോണം ലെബനനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഡോക്ടർ ക്ലിനിക്കൽ നടത്തിയ പീഡന പരമ്പരകൾ തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട്. ഗർഭിണിയായ യുവതിയെ ഉൾപ്പെടെ 93 രോഗികളെ പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഡോക്ടർക്ക് വധശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.